ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തത് സെക്കൻഡ് മൊഡ്യൂളിലുള്ള ഫസ്റ്റ് പാർട്ടാണ്. അത് അറ്റൻഷൻ നമ്മൾ പറഞ്ഞു, അതുപോലെ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ, പെർസീവിങ് ഫോംസ്, പാറ്റേൺസ് ആൻഡ് ഒബ്ജക്ട്സ്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ എടുത്തിട്ടുള്ളത്. ഇനിയുള്ള പാർട്ടിൽ എടുക്കാൻ പോകുന്നത് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ, പെർസെപ്ച്വൽ കോൺസ്റ്റൻസീസ്, പിന്നെ വിഷ്വൽ ഇല്യൂഷൻ. ഇത്രയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ടോപ്പിക്ക് പറയുന്നത് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ ആണ്. പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് വിഷ്വൽ എലമെൻറ്റ്സ് ടുഗെദർ. അതായത് വിഷ്വൽ എലമെൻറ്റ്സിൽ എന്ത് ചെയ്യുക, ഗ്രൂപ്പിംഗ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളെ എന്താ പറയുക, സെൻസസ് എന്ത് ചെയ്യാണ്, എൻവയോൺമെൻറ്റിൽ പ്രസൻറ്റ് ആയിട്ടുള്ള സ്റ്റിമുലസിനോട് റിയാക്ട് ചെയ്യുക. ഈ എൻവയോൺമെൻറ്റിൽ പ്രസൻറ്റ് ആയിട്ടുള്ള സ്റ്റിമുലസിൻ്റെ പാറ്റേൺസിനോട് എന്ത് ചെയ്യുക, നമ്മുടെ സെൻസസ് റിയാക്ട് ചെയ്യുന്നതിനെയാണ് വിളിക്കുക പെർസെപ്ഷൻ ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എൻവയോൺമെൻറ്റ് പ്രസൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലി അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുക, അതിനെന്ത് ചെയ്യുക, ഒരു വ്യാഖ്യാനം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു അർത്ഥം മീനിങ് കൊടുക്കുക. അതിനെയാണ് എന്ത് വിളിക്കുക, പെർസെപ്ഷൻ ഓർഗാനിസം അല്ലെങ്കിൽ പെർസെപ്ഷൻ ഓർഗാനിസംസ് എന്ന് വിളിക്കുക. ഇൻ ടേംസ് ഓഫ് ദ ടോട്ടാലിറ്റി ഓർ എ ഹോൾ ആൻഡ് നോട്ട് മിയർലി എ റാൻഡം കളക്ഷൻ ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓർ പാർട്സ്. അതായത് അതിന് കോൺസ്റ്റിറ്റ്യുവൻസോ അല്ലെങ്കിൽ അതിൻ്റെ പാർട്സോ അല്ലെങ്കിൽ റാൻഡം കളക്ഷനായിട്ട് പറയുന്നതിന് അല്ല എന്ത് പറയുന്നത്, പെർസെപ്ച്വൽ ഓർഗാനിസം എന്ന് പറയുക. അതായത് ഇത് ഹോളായിട്ട് ടോട്ടലായിട്ട് പറയാം. എന്ത് സാധനത്തിലും അതിന് ടോട്ടലായിട്ട്. ഇപ്പോൾ ഒരു കാർ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോരോ പാർട്സ് വെച്ചിട്ടല്ല നമ്മളതിനെ പറയുക, അത് ഹോളായിട്ട് പെർസീവ് ചെയ്യുക അല്ലെങ്കിൽ ഹോളായിട്ട് ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഈ പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ്റെ കീഴിൽ വരുന്ന ഒരു പ്രിൻസിപ്പിളാണ് ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ ഒരു പ്രിൻസിപ്പിൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ആരാണെന്ന് അറിയോ, വോൾഫ്ഗാങ് കോഹ്ലർ, മാക്സ് വെദെയ്മർ, കേർട്ട് കോഫ്ക. ഇങ്ങനെ പറയുന്ന 3 പേരാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഈ പ്രിൻസിപ്പിൾ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസ്ക്രീറ്റ് ആയി കിടക്കുന്ന സ്റ്റിമുലസ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഉള്ള സ്റ്റിമുലസ്, ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് എന്നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസിനെ എന്ത് ചെയ്യുക, ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, പെർസീവ് ചെയ്യുക. ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ പെർസീവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിളിനെയാണ് ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുക. ഇതിൽ വന്നുള്ള പ്രിൻസിപ്പിൾസാണ് ഫിഗർ ഗ്രൗണ്ട് പ്രിൻസിപ്പിൾ, ഫിനോമിന, ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് സിംപ്ലിസിറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് കണ്ടിന്യൂറ്റി, ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് കോമൺ റീജിയൻ ആൻഡ് ലോ ഓഫ് കണക്ടിവിറ്റി. ഇതല്ലാതെ വേറെയും പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇതിൽ മെയിനായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന മെയിൻ പ്രിൻസിപ്പിൾസാണ് എന്ത്, ഇത്രയും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫിഗർ ഗ്രൗണ്ട് പ്രിൻസിപ്പിളാണ്. ഫിഗർ ഗ്രൗണ്ട് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഫിഗർ ഗ്രൗണ്ട് പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ refers to the tendency of visual system to simplicity a scene into the main object that we are looking at the figure and everything else that forms the background or ground. അതായത് നമ്മൾ ഒരു വിഷ്വൽ സിസ്റ്റത്തിന് എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ഇതിപ്പോൾ ഫിഗർ ഗ്രൗണ്ട് ആണെങ്കിലും എല്ലാ പ്രിൻസിപ്പിൾസും എങ്ങനെയാണ്, സിംപ്ലിഫൈ ചെയ്യുന്നതിനെയാണ് ഈ ഒരു ഇത് പറയുന്നത്. ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിളിൻ്റെ കീഴിലെല്ലാതും അധികം എന്താണ്, സിംപ്ലിഫൈ ചെയ്യാണ്. ഈ ഒരു ഫിഗർ ഗ്രൗണ്ട് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മൾ ഒരു സീൻ കാണുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എന്തോ അതിനെ അതിൻ്റെ ഫിഗറായിട്ട്, അതായത് നമ്മൾ മെയിനായിട്ട് കാണുന്ന ഒബ്ജക്റ്റ് എന്താണോ അതിൻ്റെ ഫിഗറായിട്ടും, പിന്നെ എന്തെങ്കിലും അതിൻ്റെ സറൗണ്ടിങ്ങിലോ അല്ലെങ്കിൽ ആ ഒരു പിക്ചറിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാണ്, ബാക്ക്ഗ്രൗണ്ടായിട്ടും കാണുന്ന പ്രോസസ്സാണ് എന്ത്, ഫിഗർ ഗ്രൗണ്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിളാണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് നോക്കുന്നത് ആ ഒരു പോട്ടാണെന്നുണ്ടെങ്കിൽ ആ പോട്ട് ഫിഗറും വൈറ്റ് സ്പേസ് എന്താണ്, ബാക്ക്ഗ്രൗണ്ടുമാണ്. അതുപോലെ 2 ഫേസസ് ആണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ 2 ഫേസസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഫിഗർ വരുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ബ്ലാക്ക് സ്പേസ് അത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് ഫിഗർ ചെയ്യുക. അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ പറയാം, നമ്മൾ ദൂരത്തൊക്കെ നോക്കുന്ന സമയത്ത് മരങ്ങളും ബാക്കിൽ എന്താണ്, മലയും ആകാശവും കാണും. ആ സമയത്ത് നമ്മൾ ആ ഒരു മരത്തിനെയാണ് എന്ത് ചെയ്യുക, ഫിഗറായിട്ട് പെർസീവ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു മല അല്ലെങ്കിൽ ആ ഒരു ആകാശത്തിനൊക്കെ എന്താണ്, ഗ്രൗണ്ടായിട്ടാണ് നമ്മൾ പെർസീവ് ചെയ്യുക. ഇതാണ് ഫിഗർ ഗ്രൗണ്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത് വന്നിട്ടുള്ളത് ഫിനോമിനാണ്. ഫിനോമിന ഈസ് ആൻ ഇല്യൂഷൻ ഓഫ് മൂവ്മെൻറ്റ് ദാറ്റ് അറൈസസ് വെൻ സ്റ്റേഷനറി ഒബ്ജക്ട്സ് light bulbs for example are placed side by side and illuminated rapidly one after another. അതായത് സ്റ്റേഷനറി ഒബ്ജക്ട്സ് മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഇല്യൂഷനെയാണ് എന്ത് ചെയ്യുക, ഫിനോമിന എന്ന് പറയുന്നത്. അതായത് ഒരു ഇല്യൂഷൻ ഓഫ് മൂവ്മെൻ്റ് ആണ്. അതായത് സ്റ്റേഷനറി ആയിട്ടാണ് ആ ഒബ്ജക്റ്റ് നിൽക്കുന്നുണ്ടാവും, പക്ഷേ നമുക്കത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഫീലിംഗ് ഉണ്ടാവും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ലൈറ്റ് ബൾബ്സ് പറയുന്നത്. അതായത് ഇപ്പോൾ ലൈറ്റ് ബൾബ് പറയുമ്പോൾ മാല ബൾബൊക്കെ ഉണ്ടാവില്ലേ, അതായത് ഈ മാല ബൾബൊക്കെ എങ്ങനെയാ വെച്ചാൽ നമ്മളിങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. അതിന് 1 by 1 ആയിട്ട് ഇങ്ങനെ കത്തുമ്പോൾ നമുക്ക് എന്താണ്, ആ ലൈറ്റ് അവിടെ മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അതേപോലെ തന്നെ എക്സാമ്പിളാണ് ഫ്ലിപ്പ് ബുക്ക് എന്ന് പറയുന്നത്. ഈ ഫ്ലിപ്പ് ബുക്കിൽ എന്താണ്, ഒരു ഫിഗർ തന്നെ ആ ഒരു ഫിഗർ മൂവ് ചെയ്യുന്ന പോലെ ഇങ്ങനെ എന്താണ് ഓരോ പേജിൽ വരച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ഫ്ലിപ്പ് ബുക്ക് നമ്മൾ എന്താണ് ഇങ്ങനെ
മറിക്കുക തന്നെ സ്പീഡിൽ മറിക്കുമ്പോൾ എന്താണ് ആ ഒരു ഫിഗർ മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ഫിനോമിന എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് സിംപ്ലിസിറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി. 3 തിങ്സ് ആണ്. അതിൽ വന്നിട്ട് ലോ ഓഫ് സിമിലാരിറ്റി പറയുമ്പോൾ എന്താണ് സ്റ്റേറ്റ്സ് ദാറ്റ് സിമിലർ തിങ്സ് ടെൻ ടു അപ്പിയർ ഗ്രൂപ്പ്ഡ് ടുഗെദർ. അതായത് സിമിലർ ആയിട്ട് കാണുന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഗ്രൂപ്പായിട്ട് പെർസീവ് ചെയ്യുന്ന പ്രോസസ്സാണ് ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറയുക. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു കൂട്ടം കുട്ടികൾ നിൽക്കുന്നുണ്ട്. അതിൽ കുറച്ച് കുട്ടികൾ എന്താണ് യൂണിഫോം ഇട്ടിട്ടും കുറച്ച് കുട്ടികൾ എന്താണ് കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ പെർസീവ് ചെയ്യും? ഈ യൂണിഫോം ഇട്ട കുട്ടികൾ ഒരു കോളേജിൽ കാണുന്നു, മറ്റേ കുട്ടികൾ വേറൊരു കോളേജിൽ കാണുന്നു, അല്ലെങ്കിൽ ഇത് രണ്ടും രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക പെർസീവ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സാണ് ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറയുക. ഇത് ബോത്ത് വിഷ്വലിലും ഓഡിറ്ററി സ്റ്റിമുലസിലും പോസിബിളാണ്. രണ്ടാമത് ലോ ഓഫ് സിംപ്ലിസിറ്റി ആണ്. ഈ ലോ ഓഫ് സിംപ്ലിസിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ലോ ഓഫ് ഗുഡ് ഫിഗർ എന്നും അതുപോലെ ലോ ഓഫ് പ്രാഗ്നൻസ് എന്നും വിളിക്കുന്നുണ്ട്. അതായത് ഇതിന് എക്സാമ്പിൾ എന്താ വെച്ചാൽ ഇറ്റ് ഈസ് ദ ടെൻഡൻസി ടു പെർസീവ് കോംപ്ലക്സ് ഫിഗർ ആസ് സിമ്പിൾ. അതായത് കോംപ്ലക്സ് ഫിഗറിന് എന്താണ് പീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും പെർസീവ് ചെയ്യും. അതായത് സിമ്പിളായിട്ട് പെർസീവ് ചെയ്യുന്നതാണ് ലോ ഓഫ് സിംപ്ലിസിറ്റി എന്ന് പറയുക. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ അതിനെ ഫിഗറിൽ ലാസ്റ്റ് കാണിക്കാം. നമ്മളെ ഒളിമ്പിക്സിൻ്റെ ചിഹ്നത്തിൽ ഒരുപാട് വട്ടങ്ങളാണ്, പക്ഷെ അത് ഒരു കോംപ്ലക്സ് ഇമേജ് ആണ്. പക്ഷേ നമ്മളെന്താണ് ഒരുപാട് റൗണ്ട്സ് ആയിട്ട് അതിനെ പെർസീവ് ചെയ്യുന്നതുകൊണ്ട് നമുക്കതൊരു സിമ്പിൾ ഫിഗറായിട്ട് നമ്മൾ എന്ത് ചെയ്യും പെർസീവ് ചെയ്യും. ഇതാണ് ലോ ഓഫ് സിംപ്ലിസിറ്റി എന്ന് വിളിക്കുന്നത്. പിന്നെ അതൊരു ലോ ഓഫ് പ്രോക്സിമിറ്റി ആണ്. ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്സ് ദാറ്റ് ആർ ക്ലോസ് ടുഗെദർ സീം മോർ റിലേറ്റഡ് ദാൻ തിങ്സ് ദാറ്റ് ആർ സ്പേസ്ഡ് ഫെർദർ അപ്പാർട്ട്. അതായത് ഒരുമിച്ച് അടുത്ത് നിൽക്കുന്ന സാധനങ്ങളെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് പെർസീവ് ചെയ്യും. ഡിഫറെൻ്റ് ആയിട്ട് വിട്ട് നിൽക്കുന്ന സാധനങ്ങൾ എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് പെർസീവ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സ്. അതായത് ഒരുമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്താണ് ഒരു ഗ്രൂപ്പായിട്ട് പെർസീവ് ചെയ്യുന്ന ഒരു ടെൻഡൻസിനെയാണ് എന്ത് വിളിക്കുക ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് വിളിക്കുക. നെക്സ്റ്റ് വന്നത് ലോ ഓഫ് കണ്ടിന്യൂറ്റി ആണ്. ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹോൾഡ് ദാറ്റ് ആർ കണക്റ്റഡ് ബൈ സ്ട്രെയിറ്റ് ഓർ കർവിംഗ് ലൈൻസ് ആർ സീൻ ഇൻ എ വേ ദ ഫോളോ ദ സ്മൂതസ്റ്റ് പാത്ത്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പെർസീവ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു എന്താ പറയുക കാറുകൾ ഒരുമിച്ച് പോകുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പറയാറില്ലേ അതൊരു വീട്ടിൽ തന്നെയാണ് കല്യാണ വണ്ടിയാണ് പോകുന്നത് എന്ന് പറയില്ലേ. അതായത് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക നമ്മൾ പെർസീവ് ചെയ്യുക. അപ്പോൾ അതുപോലെ ഈ ഉറുമ്പൊക്കെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അതൊരു കണ്ടിന്യൂസ് ലൈനായിട്ട് നമ്മളതിനെ പെർസീവ് ചെയ്യും. ഇതിനെയാണ് ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് വിളിക്കുക. നെക്സ്റ്റ് ലോ ഓഫ് ക്ലോഷർ. ലോ ഓഫ് ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു അൺകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫിഗർ അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക എന്താ പറയുക വിട്ട് നിൽക്കുന്ന ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതിനൊരു ഗ്രൂപ്പായിട്ട് പെർസീവ് ചെയ്യുക. അല്ലെങ്കിൽ എന്നൊരു എക്സാമ്പിൾ പറയാം അതായത് അതൊരു ഫിഗറായിട്ട് എന്ത് ചെയ്യുക പെർസീവ് ചെയ്യുന്നതാണ് ലോ ഓഫ് ക്ലോഷർ എന്ന് വിളിക്കുക. ഫിഗർ കാണിച്ചു തരുമ്പോൾ മനസ്സിലാവും. നെക്സ്റ്റ് ലോ ഓഫ് കോമൺ റീജിയൻ. ഈ ലോ ഓഫ് കോമൺ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എലമെൻറ്റ്സ് എന്താണ് ലൊക്കേറ്റ്. അതായത് ഇപ്പോൾ ഒരു ഒരു ഫിഗർ ഉണ്ട്. ആ ഒരു ഫിഗറിൽ 2 ഒബ്ജക്ട്സ് മാതിരിയുണ്ട്. അപ്പോൾ ഈ 2 ഒബ്ജക്ട്സിൻ്റെയും എലമെൻറ്റ്സും ഒക്കെ എന്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സെയിം റീജിയനിലാണ്. അതായത് 2 സ്പേസിലും സെയിം റീജിയനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെന്താണ് രണ്ടും ഒരേ ഗ്രൂപ്പായിട്ട് പെർസീവ് ചെയ്യുന്നതിനാണ് ലോ ഓഫ് കോമൺ റീജിയൻ എന്ന് വിളിക്കുക. ഓക്കെ, ഫിഗർ കാണിച്ചു തരുമ്പോൾ എല്ലാം മനസ്സിലാവും. ഇതിലിപ്പോൾ ഫിഗറിൽ വന്നിട്ട് ഫസ്റ്റ് ലോ ഓഫ് സിമിലാരിറ്റിയാണ് വരുന്നത്. ലോ ഓഫ് സിമിലാരിറ്റിയിൽ ഈ റെഡ് ഡോട്ട്സും അതുപോലെ ബ്ലൂ ഡോട്ട്സും ഉണ്ട്. ഇതിൽ റെഡ് ഡോട്ടിനൊരു ഗ്രൂപ്പായിട്ടും ബ്ലൂ ഡോട്ടിനൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും പെർസീവ് ചെയ്യും. അതാണ് ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് ലോ ഓഫ് പ്രാഗ്നൻസ് അല്ലെങ്കിൽ ലോ ഓഫ് ഗുഡ് ഫിഗർ അല്ല ലോ ഓഫ് ഗുഡ് ഫിഗർ അല്ലെങ്കിൽ ലോ ഓഫ് പ്രാഗ്നൻസ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ലോ ഓഫ് സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒളിമ്പിക് ചിഹ്നമാണ്. ഇതിപ്പോൾ ഒരുപാട് വട്ടങ്ങളായിട്ട് നമ്മൾ പെർസീവ് ചെയ്യുക. ശരിക്കും അതെന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഫിഗർ വേറെ തരത്തിലൊരു ഫിഗറാണല്ലോ. അപ്പോൾ ആ ഒരു ഫിഗറിനെ നമ്മൾ സിമ്പിളായിട്ട് പെർസീവ് ചെയ്യുന്നതാണ് ലോ ഓഫ് സിംപ്ലിസിറ്റി എന്ന് വിളിക്കുന്നത്. മൂന്നാമത് വന്നിട്ട് ലോ ഓഫ് പ്രോക്സിമിറ്റിയാണ്. ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ എന്താണ് ഒരു സൈഡിൽ കുറച്ച് ഡോട്ടഡ് ലൈൻസും വേറൊരു സൈഡിൽ കുറച്ച് ഡോട്ടഡ് ലൈൻസും ഉള്ളത്. അപ്പോൾ ഇതിൽ ഈ ഡോട്ട്സിന് എന്താണ് ഒരുമിച്ച് നിൽക്കുന്ന ഡോട്ട്സിന് ഒരു ഗ്രൂപ്പായിട്ടും മറ്റേ സൈഡിലുള്ള ഡോട്ട്സിന് എന്താണ് വേറൊരു ഗ്രൂപ്പായിട്ടും പെർസീവ് ചെയ്യുന്നത്. ഇതിനാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് വിളിക്കുക. നെക്സ്റ്റ് വന്നിട്ട് ലോ ഓഫ് കണ്ടിന്യൂറ്റി. ലോ ഓഫ് കണ്ടിന്യൂറ്റി ഇതിലിപ്പോൾ ഈ ഡോട്ട്സ് എന്താണ് കണ്ടിന്യൂസ് ആയിട്ടാണ്. അപ്പോൾ ആ ഒരു ഫിഗറിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പെർസീവ് ചെയ്യുന്നതാണ് ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് വിളിക്കുക. പിന്നെ വന്നിട്ട് ലോ ഓഫ് ക്ലോഷറാണ്. ഇതിലിപ്പോൾ ഈ ഒരു ഫിഗർ എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഒരു ഡയമണ്ട് ഷേപ്പ് പോലുള്ള ഈ ഫിഗറിൽ ഇടയിൽ സ്പേസ് ഉണ്ട്. ബട്ട് എന്താണ് നമ്മളത് പെർസീവ് ചെയ്യുമ്പോൾ ഒറ്റ ഫിഗറായിട്ടാണ് നമ്മൾ പെർസീവ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഒറ്റൊരു ഗ്രൂപ്പായിട്ടാണ് പെർസീവ് ചെയ്യുക. അതാണ് ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലോ ഓഫ് കോമൺ റീജിയൻ. അതായത് ഇതിലിപ്പോൾ 2 സർക്കിൾസ് ഉണ്ട്. ഈ 2 സർക്കിൾസിൽ എന്താണ് 2 സർക്കിൾസിലും 2 ഡോട്ട്സ് വീതമുണ്ട്. അപ്പോൾ ഈ 2 ഡോട്ട്സും കൃത്യം ഒരേ സ്പേസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത്. സോ എന്താണ് അതിന് നമ്മൾ എന്ത് ചെയ്യും ഒരു ഗ്രൂപ്പായിട്ട് പെർസീവ് ചെയ്യും. അതിനെയാണ് എന്ത് വിളിക്കുക ലോ ഓഫ് കോമൺ റീജിയൻ എന്ന് വിളിക്കുക.
അത്രയാണ് പെർസെപ്ച്വൽ ഓർഗനൈസേഷനിൽ വന്നിട്ടുള്ളത്. ഈ ഒരു 6 പ്രിൻസിപ്പിൾസാണ് മെയിനായിട്ട് ഇതിൽ വന്നിട്ടുള്ളത്. ജസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ കീഴിലാണ് ഈ 6 വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് പെർസെപ്ച്വൽ കോൺസ്റ്റൻസീസ് ആണ്. പെർസെപ്ച്വൽ കോൺസ്റ്റൻസീസിൽ 3 വന്നുള്ളത്. സൈസ് കോൺസ്റ്റൻസി, ഷേപ്പ് കോൺസ്റ്റൻസി, പിന്നെ അതുപോലെ ബ്രൈറ്റ്നെസ് കോൺസ്റ്റൻസി. ഇങ്ങനെ 3 കാര്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് വന്നിട്ട് സൈസ് കോൺസ്റ്റൻസി. സൈസ് കോൺസ്റ്റൻസി ഈസ് ദ ടെൻഡൻസി ടു പെർസീവ് ഫിസിക്കൽ ഒബ്ജക്ട്സ് ആസ് ഹാവിങ് കോൺസ്റ്റൻറ്റ് സൈസ് ഈവൻ വെൻ ദ സൈസ് ഓഫ് ദ ഇമേജ് ഇറ്റ് കാസ്റ്റ് ഓൺ ദ റെറ്റിന ചേഞ്ച്. അതായത് നമ്മുടെ റെറ്റിനയിൽ എന്താണ്, ഇതൊരു ടെൻഡൻസിയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെറ്റിനയിൽ ആ ഒരു രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്. ഈ 2 ഒബ്ജക്ട്സിൻ്റെയും സൈസ് ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് രണ്ടും സെയിം ആയിട്ട് എന്ത് ചെയ്യുക, പെർസീവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക. അതിനെയാണ് സൈസ് കോൺസ്റ്റൻസി എന്ന് വിളിക്കുന്നത്. അതിപ്പോൾ എക്സാമ്പിളാണ് ഈ താഴെ കാണുന്ന മരങ്ങൾ. ഈ 2 മരങ്ങളും ഏകദേശം ഒരേ സൈസുള്ള മരങ്ങളാണ്. പക്ഷേ എന്താണ്, അത് രണ്ടും എന്താണ്, നമുക്ക് കാണുമ്പോൾ നമ്മൾ റെറ്റിനയിൽ കാണുമ്പോൾ നമുക്ക് എന്താണ് ഡിഫറെൻറ്റ് സൈസായിട്ട്, ഒന്ന് ലോങ് ആയതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് സൈസായിട്ടാണ് പെർസീവ് ചെയ്യുക. പക്ഷെ എന്നാലും നമ്മൾ എന്താണ്, നമുക്ക് ടെൻഡൻസി ഉണ്ടാവും അത് രണ്ടും സെയിം സൈസായിട്ട് പെർസീവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും. ഇതിനെയാണ് ഇതെന്ന് വിളിക്കുക, സൈസ് കോൺസ്റ്റൻസി എന്ന് വിളിക്കുന്നത്. Size constancy refers to the tendency to perceive a familiar object approximately its original experience of size irrespective of viewing from distance. അതായത് ഡിസ്റ്റൻസിൽ നിന്ന് വ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനൽ സൈസിലല്ല അത് കാണുന്നെങ്കിൽ പോലും അത് ഒരേ സൈസ് ആണെന്ന് നമ്മൾ പെർസീവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് സൈസ് കോൺസ്റ്റൻസി എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ സെയിം സാധനം തന്നെയാണ് ഷേപ്പ് കോൺസ്റ്റൻസിയിലും വന്നിട്ടുള്ളത്. ടെൻഡൻസി ടു പെർസീവ് ആൻ ഒബ്ജക്റ്റ് ആസ് ഹാവിങ് ദ സെയിം ഷേപ്പ് regardless of its original or its orientation of an angle from which we viewing it. അതായത് നമ്മൾ കാണുമ്പോൾ എന്താണ്, അതിൻ്റെ രണ്ടിൻ്റെയും ഷേപ്പ് ഡിഫറെൻ്റ് ആണെന്നല്ലോ അത് സെയിം ഷേപ്പ് ആണെന്ന് പെർസീവ് ചെയ്യാൻ നമുക്ക് ഉണ്ടാകുന്ന ടെൻഡൻസിയാണ് എന്ത്, ഷേപ്പ് കോൺസ്റ്റൻസി എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പോൾ 2 ഡോറ്, അതായത് ഒരു ഡോർ തന്നെയാണ്. ഈ ഒരു ഡോർ തന്നെ എന്താണ്, ഒന്ന് ഓപ്പൺ ആയിട്ടുള്ള വേർഷനും ഒന്ന് ക്ലോസ്ഡ് ആയിട്ടുള്ള വേർഷനുമാണ്. ഇത് നോക്കുമ്പോൾ രണ്ടും ഡിഫറെൻറ്റ് സൈസായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കാണുന്നത്. പക്ഷേ നമ്മൾ എന്താണ്, അത് രണ്ടും ഒരേ സൈസായിട്ട് നമ്മൾ പെർസീവ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക, ഷേപ്പ് കോൺസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതിന് ഓൾസോ എന്തെന്ന് വിളിക്കുന്നുണ്ട്, ഒബ്ജക്റ്റ് കോൺസ്റ്റൻസി എന്നുകൂടി വിളിക്കുന്നുണ്ട്. നെക്സ്റ്റ് ബ്രൈറ്റ്നെസ് കോൺസ്റ്റൻസി ആണ്. ബ്രൈറ്റ്നെസ് കോൺസ്റ്റൻസി ഈസ് ദ ടെൻഡൻസി ടു പെർസീവ് ദ അപ്പാരൻറ്റ് ബ്രൈറ്റ്നെസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ആസ് സെയിം ഈവൻ ഫ്രം ഡിഫറെൻറ്റ് ലൈറ്റ് കണ്ടീഷൻ. അത് ഡിഫറെൻറ്റ് ലൈറ്റ് കണ്ടീഷനിങ്ങിൽ എന്താണ്, ഒരു ഒബ്ജക്റ്റിൻ്റെ തന്നെ ബ്രൈറ്റ്നെസ്സിൽ ചേഞ്ച് വരുന്നുണ്ടാവും നമ്മുടെ റെറ്റിനയിൽ. പക്ഷേ അതിന് രണ്ടിനും സെയിം ആയിട്ടുള്ള ബ്രൈറ്റ്നെസ് ആണെന്ന് പെർസീവ് ചെയ്യാനുള്ള ടെൻഡൻസി. ഈ ബ്രൈറ്റ്നെസ് കോൺസ്റ്റൻസിൻ്റെ കീഴിൽ വരുന്നത് തന്നെയാണ് കളർ കോൺസ്റ്റൻസി. കീഴിൽ നല്ല ഏറെക്കുറെ രണ്ടും സെയിം ആണ്. കളർ കോൺസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ഡിഫറെൻറ്റ് ലൈറ്റ് സെറ്റിങ്സിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇല്ലൂമിനേഷനിൽ എന്താണ്, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ കളർ ചേഞ്ച് ആയാൽ പോലും അത് രണ്ടും സെയിം കളറാണ്. അതായത് ഈ ഒരു ഒബ്ജക്റ്റും നേരത്തെ കാണിച്ച ഒബ്ജക്റ്റിൻ്റെയും കളർ സെയിം ആണെന്ന് നമ്മൾ പെർസീവ് ചെയ്യാൻ നമ്മുടെ ടെൻഡൻസിനെയാണ് വിളിക്കുക, കളർ കോൺസ്റ്റൻസി എന്ന് വിളിക്കുക. ഏറെക്കുറെ അത് തന്നെയാണ് ബ്രൈറ്റ്നെസ് കോൺസ്റ്റൻസിയും. ഈ 3 കാര്യങ്ങളാണ് പെർസെപ്ച്വൽ കോൺസ്റ്റൻസീസിൽ വരുന്നത്. നെക്സ്റ്റ് വിഷ്വൽ ഇല്യൂഷൻ. ഓക്കെ, വിഷ്വൽ ഇല്യൂഷൻ ആണ് നെക്സ്റ്റ്. വിഷ്വൽ ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓൾസോ നോൺ ആസ് ഒപ്റ്റിമൽ ഇല്യൂഷൻ. ഒപ്റ്റിമൽ ഇല്യൂഷൻ എന്നുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, വിഷ്വൽ ഇല്യൂഷനെ പറയുന്നുണ്ട്. ഈ വിഷ്വൽ ഇല്യൂഷൻ നടക്കുന്ന സമയത്താണ് വിഷ്വൽ ഡിസെപ്ഷനൊക്കെ ഒക്കർ ചെയ്യുന്നത്. അതായത് വിഷ്വൽ ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ റിയാലിറ്റിൻ്റെ ഒരു ഫോൾസ് ഇൻ്റർപ്രിട്ടേഷൻ. അതായത് ഫിസിക്കലി അത് ശരിയാണ്, പക്ഷേ എന്താണ്, നമ്മളത് വിഷ്വലി കാണുമ്പോൾ എന്താണ്, നമ്മളൊരു ഫോൾസ് ഇൻ്റർപ്രിട്ടേഷൻ എടുക്കുക, അല്ലെങ്കിൽ വിഷ്വലിനെ ഫോൾസ്ലി പെർസീവ് ചെയ്യുന്നതിനെയാണ് വിളിക്കുക വിഷ്വൽ ഇല്യൂഷൻ എന്ന് വിളിക്കുക. അതായത് നമ്മൾ റിയാലിറ്റിൻ്റെ കറസ്പോണ്ടിങ് അല്ലാതെ എന്ത് ചെയ്യുക, നമ്മൾ പെർസീവ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, വിഷ്വൽ ഇല്യൂഷൻ എന്ന് വിളിക്കുക. ഈ ഒരു വിഷ്വൽ ഇല്യൂഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ടു ടൈപ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഡ്യൂ ടു ഫിസിക്കൽ പ്രോസസ് ഓഫ് ഇല്യൂഷൻ. ഡ്യൂ ടു ഫിസിക്കൽ പ്രോസസ് ഇൻക്ലൂഡ് മിറേഷ് വിച്ച് വി പെർസീവ് തിങ്സ് ദാറ്റ് ആർ നോട്ട് റിയലി ദർ. എന്താണ്, നമ്മൾ എന്താ പറയുക, അതായത് അവിടെ ഓൾറെഡി ഇല്ലാത്തൊരു സംഭവം ഉണ്ട് തോന്നുക എന്നൊക്കെ പറയുന്നത്, അതാണ് ഫസ്റ്റത്തെ ഫിസിക്സ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് കോഗ്നിറ്റീവ് പ്രോസസ്സ് കാരണമാണ്. അതായത് ഇല്യൂഷൻ ഓഫ് സൈസ്, ഇല്യൂഷൻ ഓഫ് ഷേപ്പ്, അതൊക്കെയാണ് ഇല്യൂഷൻ ഓഫ് സൈസ് എന്ന് പറയുമ്പോൾ അതിലെന്താണ്, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഇല്യൂഷൻ, അതുപോലെ മുള്ളർ ലെയർ ഇല്യൂഷൻ, അതുപോലെ പോൺസോ ഇല്യൂഷൻ. ഇല്യൂഷൻ ഓഫ് ഷേപ്പ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, മൂൺ ഇല്യൂഷനും അതുപോലെ എന്താണ് പോഗൻഡ്രോഫ് ഇല്യൂഷനുമാണ് വരിക. ഇത്രയാണ് വിഷ്വൽ ഇല്യൂഷൻ്റെ കീഴിൽ വരിക. ഫസ്റ്റ് വൺ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഇല്യൂഷൻ. അതെന്താണ്, ഡ്യൂ ടു കോഗ്നിറ്റീവ് പ്രോസസ്സിലുള്ള ഇല്യൂഷൻ ഓഫ് സൈസിൻ്റെ കീഴിൽ വന്നിട്ടുള്ളതാണ് എന്ത്,
ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഇല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ദ മിസ് പെർസെപ്ഷൻ ദാറ്റ് വെർട്ടിക്കൽ ലൈൻ ആർ ലോങ്ങർ ദാൻ ഹൊറിസോണ്ടൽ ലൈൻസ് വെൻ ബോത്ത് ആർ ആക്ച്വലി ദ സെയിം ലെങ്ത്. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അതായത് ഇപ്പോൾ ഇതിൽ രണ്ട് ലൈൻസ് ഉണ്ട്. ഇതിൽ പക്ഷേ എന്താണ്, ഈ വെർട്ടിക്കൽ ലൈനാണ് ഹൊറിസോണ്ടൽ ലൈനിനേക്കാളും വലുത് നമ്മൾ എന്ത് ചെയ്യും, മിസ് പെർസെപ്ഷൻ നടത്തുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും എന്താണ്, സെയിം സൈസാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ ഒരു മിസ് പെർസെപ്ഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇതിനെയാണ് എന്താ പറയുക, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഇല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനും സെയിം ലെങ്ത് ആണ്, ബട്ട് എന്താണ് വെർട്ടിക്കൽ ലൈന് ലോങ്ങർ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യുക, പെർസീവ് ചെയ്യുക. ആ ഒരു മിസ് പെർസെപ്ഷനെയാണ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഇല്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് വന്നിട്ട് മുള്ളർ ലെയർ ഇല്യൂഷനാണ്. മുള്ളർ ലെയർ ഇല്യൂഷൻ, the Muller layer illusion in which two lines are the same appeared to be different length. The illusion was first created by a German psychologist named Franz Karl Muller layer in 1889. അപ്പോൾ 1889 മുള്ളർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എന്താണ് പറയുക ഇല്യൂഷൻ, അതാണ് മുള്ളർ ലെയർ ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഈ മുള്ളർ ലെയർ ഇല്യൂഷനിൽ പറയുന്നത് ഇതിലിപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ലൈൻസ് ഉണ്ട്. ഈ രണ്ട് ഡിഫറെൻറ്റ് ലൈൻസിൽ താഴത്തേത് കുറച്ചുകൂടി വലുതാണെന്നും മുകളിലത്തേത് കുറച്ചുകൂടി ചെറുതാണെന്നും നമ്മൾ എന്ത് ചെയ്യും, മിസ് പെർസെപ്ഷൻ നടത്തും. ശരിക്കും ഇതിന് രണ്ട് ലൈൻസ് എന്താണ്, സെയിം ലെങ്ത് ആണ്. ഇതിനെയാണ് എന്ത് വിളിക്കുക, മുള്ളർ ലെയർ ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് സൈസാണ് നമ്മൾ പെർസീവ് ചെയ്യും, പക്ഷേ എന്താണ് ഇത് രണ്ടും സെയിം സൈസാണ്. സോ അതാണ് മുള്ളർ ലെയർ ഇല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോൺസോ ഇല്യൂഷനാണ്. പോൺസോ ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ when you look off into distance, objects seems closer together as they become further away. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെയിൽവേ ലൈൻസ്, അതായത് ദൂരത്ത് നോക്കുമ്പോൾ ആ രണ്ട് ലൈൻസും ഒരുമിച്ചാവുന്ന മീൻസ് അത് രണ്ടും കൂട്ടിമുട്ടുന്ന നമുക്ക് തോന്നും, ഫീൽ ചെയ്യും. പക്ഷെ എന്താണ് അത് ശരിക്കും കൂട്ടിമുട്ടൂല, അത് രണ്ടും പാരലൽ ലൈൻസ് ആവും. പക്ഷെ നമുക്ക് എന്താണ് ദൂരം കൂടുന്തോറും എന്താണ് അതിങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, മിസ് പെർസീവ് ചെയ്യും. ഇതിനെയാണ് എന്ത് വിളിക്കുക, പോൺസോ ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിളാണ് റെയിൽവേ ലൈൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് മൂൺ ഇല്യൂഷൻ. മൂൺ ഇല്യൂഷൻ എന്തിൻ്റെ കീഴിൽ വരുന്നതാണ്, മൂൺ ഇല്യൂഷൻ എന്ന് പറയുന്നത് ഇല്യൂഷൻ ഓഫ് ഷേപ്സ് ഓർ ഏരിയൻ്റെ കീഴിൽ വരുന്നതാണ് മൂൺ ഇല്യൂഷനും അതുപോലെ പൊഗൻഡ്രോഫ് ഇല്യൂഷനും വന്നിട്ടുള്ളത്. അതിൽ മൂൺ ഇല്യൂഷൻ, ഈ മൂൺ ഇല്യൂഷൻ എന്ന് പറയുന്നത് നാച്ചുറലി ഒക്കറിങ് ഒരു ഇല്യൂഷനാണ് മൂൺ ഇല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഈ മൂൺ ഇല്യൂഷനിൽ നമ്മൾ ഹൊറിസോണിലാണ് മൂൺ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്താണ് മൂണ് കുറച്ചും കൂടി വലുതായിട്ടും അതുപോലെ അടുത്തുള്ളത് പോലെയും, അല്ല മൂണ് ഏറ്റവും ഡയറക്റ്റ് ടോപ്പിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മൂണ് ചെറുതായിട്ടും അതുപോലെ ദൂരമുള്ളത് പോലെ നമുക്ക് തോന്നും. പക്ഷേ ശരിക്കും എന്താണ് രണ്ടും സെയിം ലെങ്ത്തിലും സെയിം സൈസും ഉണ്ടാവുക. പക്ഷെ അത് അങ്ങനെ തോന്നാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഇരിക്കുന്ന സമയത്ത് അത് ബിൽഡിങ്ങിൻ്റെയും ട്രീസിൻ്റെയും ഒക്കെ ഇടയിലേക്കാണ് ഉണ്ടാവുക. സോ എന്താണ് അത് അതായത് ട്രീസിനെയും അതുപോലെ ഈ ബിൽഡിങ്ങിനോ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മൂണിൻ്റെ സൈസ് നോക്കുക. സോ ആ സമയത്ത് എന്താണ് മൂണ് വലുതായിട്ടാണ് തോന്നുക. മറ്റേതെന്താണ് നേരെ ടോപ്പിലായിരിക്കുന്ന സമയത്ത് ആ ഒരു മൂൺ എന്താണ് കമ്പയർ ചെയ്യാനായിട്ട് വേറൊന്നും വരില്ല. സോ ആ മൂണ് ചെറുതായിട്ടും ദൂരമുള്ളതുപോലെ നമുക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. ഇതാണ് മൂൺ ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, തിയറീസ് ഓഫ് കളർ വിഷനിൽ രണ്ട് തിയറീസാണ് വന്നിട്ടുള്ളത്, ട്രൈക്രോമാറ്റിക് തിയറിയും അതുപോലെ എന്താണ് ഒപ്പണൻറ്റ് പ്രോസസ് തിയറിയും. ട്രൈക്രോമാറ്റിക് തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് യങ് ഹെൽംഹോൾസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് യങ് ഹെൽംഹോൾസ് തിയറി എന്ന് പറയുന്നത്. യങ് ഹെൽംഹോൾസ് പറയുന്നത് രണ്ട് പേരാണ്, യങ്ങും അതുപോലെ ഹെൽംഹോൾസും, അത് രണ്ട് പേരാണ്. അതുകൊണ്ട് തന്നെ ഈ തിയറി എന്താണ് യങ് ഹെൽംഹോൾസ് തിയറി എന്നുകൂടി അറിയുന്നുണ്ട്. ഈ ഒരു തിയറിയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐസിന് 3 റിസപ്റ്റർ സെൽസാണ് ഉള്ളത്. അതായത് ബ്ലൂ, ഗ്രീൻ, റെഡ് എന്ന് പറയുന്ന 3 റിസപ്റ്റർ സെൽസാണ് നമ്മളെ കണ്ണിന് ഉള്ളതെന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. എന്താണ് അതായത് നമ്മൾ കണ്ണെന്ന് പറയുമ്പോൾ ടൈനി സെൽസാണ്. സോ എന്താണ് ലൈറ്റ് വേവ്സിന് എന്ത് ചെയ്യും, അത് റിസീവ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ലൈറ്റ് വേവ്സ് ഉണ്ടാകും. അതായത് ഒരു ഒബ്ജക്റ്റ് നമ്മൾ കാണുകയെന്ന് പറയുമ്പോൾ അതിൽ ആ ഒരു ഒബ്ജക്റ്റിലുള്ള ലൈറ്റ് വേവ്സ് കാരണമാണ് നമ്മൾ ആ ഒരു സാധനം കാണുന്നത്. സോ ആ ലൈറ്റ് വേവ്സിന് എന്താണ് ഈ ഒരു നമ്മൾ കണ്ണെന്ത് ചെയ്യും, ആദ്യം റിസീവ് ചെയ്യുകയും പിന്നീട് എന്ത് ചെയ്യും അതിന് ഈ 3 കളേഴ്സായിട്ട്, അതായത് റെഡ്, ബ്ലൂ, ഗ്രീൻ, ഈ 3 കളേഴ്സായിട്ട് അതിനെന്ത് ചെയ്യും ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും ഈ 3 കളേഴ്സിനെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും നമ്മളെ എൻ്റയർ വിസിബിൾ സ്പെക്ട്രം, അതായത് നമ്മൾ കാണാൻ പറ്റുന്ന കളേഴ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും അതിനെ ക്രിയേറ്റ് ചെയ്യും, എൻ്റയർ വിസിബിൾ സ്പെക്ട്രം ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അത് നമ്മൾ കാണുകയും ചെയ്യും എന്നാണ് ആര് പറയുന്നത്,
ഈ ഒരു യങ് ഹെൽംഹോൾട്സ് പറയുന്നത്. അതായത് നമ്മൾ മറ്റു കളേഴ്സൊന്നും നമ്മളെ കണ്ണിൽ മറ്റു കളേഴ്സിനൊന്നും എന്താ പറയുക റിസപ്റ്റേഴ്സ് നമ്മളെ കണ്ണിലില്ല എന്നും ഇത് എന്താണ് ഈ ഒരു 3 കളേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് മറ്റു കളേഴ്സ് ഉണ്ടാവുന്നത് എന്നാണ് ഇതിൻ്റെ ചുരുക്കം. ഇതിപ്പോൾ ഈ ഒരു ഫിഗറിൽ കണ്ടാൽ മനസ്സിലാവും. അതായത് ബ്ലൂ, ഗ്രീൻ, റെഡ് അതിലുള്ള കുറേ കളേഴ്സ് പരസ്പരം കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ബാക്കി നമ്മൾ കാണുന്ന വിസിബിൾ സ്പെക്ട്രത്തിലുള്ള ബാക്കി കളേഴ്സൊക്കെ എന്ത് ചെയ്യുന്നത് ഫോം ചെയ്യുന്നത്. സോ മറ്റ് കളേഴ്സൊന്നും ഒന്നും റെസപ്റ്റേഴ്സ് നമ്മൾ കണ്ണിലില്ല. ഈ ഒരു കളേഴ്സ് അതായത് ഈ റെഡ്, ബ്ലൂ, ഗ്രീൻ എന്ന് പറയുന്ന കളേഴ്സിനെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ബാക്കിയുള്ള കളേഴ്സ് ലൈറ്റ് വേവ്സ് വരുമ്പോൾ ബാക്കിയുള്ള കളേഴ്സും കൂടി ഫോം ചെയ്തിട്ട് നമ്മൾ അത് കാണുന്നത്. അതുകൊണ്ടാണെന്നാണ് യങ്ങും ഹെൽംഹോൾട്സും പറയുന്നത്. അത്രയാണ് ഈ ഒരു ട്രൈക്രോമാറ്റിക് തിയറി എന്ന് പറയുന്നതിൽ സിമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഒപ്പോണൻറ്റ് പ്രോസസ് തിയറി. ഈ ഒരു ഒപ്പോണൻറ്റ് പ്രോസസ് തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ഇവാൾഡ് ഹെറിങ് എന്ന് പറയുന്ന ഒരു ഫിസിയോളജിസ്റ്റ്, ജർമ്മൻ ഫിസിയോളജിസ്റ്റാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഒപ്പോണൻറ്റ് പ്രോസസ് തിയറിയിൽ പറയുന്നത് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻസ് കളേഴ്സ് പെർസീവ് ചെയ്യുന്നത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 3 ഓപ്പോസിങ് കളർ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഹ്യൂമൻസിൻ്റെ കളേഴ്സ് പെർസീവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ എന്താണ് ഈ ഒരു തിയറിയുടെ പ്രകാരം 3 ഓപ്പോസിങ് ചാനൽസാണ് നമ്മുടെ വിഷനിലുള്ളത്. ബ്ലൂ വേഴ്സസ് യെല്ലോ, റെഡ് വേഴ്സസ് ഗ്രീൻ, ബ്ലാക്ക് വേഴ്സസ് വൈറ്റ്. അതായത് ഇപ്പോൾ ഒരു പെയറിലുള്ള ഒരു കളർ കാണുമ്പോൾ മറ്റേ കളർ എന്താണ് അവിടെ സപ്രസ് ചെയ്യപ്പെടുന്നു എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ നോക്കുമ്പോൾ എന്താണ് വി ഡു സി യെല്ലോവിഷ് ഗ്രീൻ, റെഡിഷ് യെല്ലോസ് ബട്ട് നെവർ റെഡിഷ് ഗ്രീൻ. അതെന്താണ് നമ്മൾ യെല്ലോവിഷ് ഗ്രീൻ കാണുന്നുണ്ട്, അതുപോലെ റെഡിഷ് യെല്ലോ കാണുന്നുണ്ട്, പക്ഷേ റെഡിഷ് ഗ്രീൻ കാണുന്നില്ല. അതായത് റെഡും ഗ്രീനും ഒരു ഓപ്പോസിങ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഈ റെഡിഷ് ഗ്രീനോ അല്ലെങ്കിൽ ബ്ലൂയിഷ് യെല്ലോയോ നമ്മൾ കാണില്ല, അല്ലെങ്കിൽ ബ്ലാക്കിഷ് വൈറ്റിഷ് ബ്ലാക്ക് ഒന്നും നമ്മൾ ഇതുവരെ കേട്ടില്ലല്ലോ. അതായത് ഓപ്പോസിറ്റ്, അതായത് ഒരു സിസ്റ്റത്തിലുള്ള 2 കളേഴ്സ് പരസ്പരം എന്ത് ചെയ്യില്ല ജോയിൻ ചെയ്ത് വരില്ല. അതിൽ ഒന്ന് കാണുമ്പോൾ മറ്റേത് എന്താ പറയുക സീനാവാതിരിക്കും, എന്താ പറയുക സപ്രസ് ചെയ്യപ്പെടും, മറ്റേത് കാണുകയാണ് ചെയ്യുക എന്നാണ് പറയുന്നത്. അതാണ് ഓപ്പോണൻറ്റ് പ്രോസസ് തിയറിയിൽ പറയുന്നത്. ഇത് പ്രപ്പോസ് ചെയ്തുള്ളത് ഇവാൾഡ് ഹെറിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് തിയറി ഓഫ് ഓഡിറ്ററി പെർസെപ്ഷൻ ആണ്. തിയറി ഓഫ് ഓഡിറ്ററി പെർസെപ്ഷനിൽ മെയിനായിട്ട് വരുന്ന ഒരു തിയറി എന്ന് പറയുന്നത് പ്ലേസ് തിയറിയാണ്. ദ പ്ലേസ് തിയറി ഓഫ് ഹിയറിംഗ് സജസ്റ്റ് ദാറ്റ് ദ കോക്ലിയ ഹാസ് സ്പെഷ്യലൈസ്ഡ് റീജിയൻ ദാറ്റ് റെസ്പോണ്ട് ഡിഫറെൻ്റ്ലി ടു ഡിറ്റർമൈൻ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്. അതായത് നമ്മൾ കോക്ലിയക്ക് എന്തുണ്ടെന്നാണ് പറയുന്നത് ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറേ റീജിയൻസ് ഉണ്ട്. അതായത് ഡിഫറെൻ്റ്ലി വരുന്ന ഫ്രീക്വൻസീസിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക്. സോ ഇപ്പോൾ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് വരുന്ന സമയത്ത് നമ്മൾ കോക്ലിയ എന്ത് ചെയ്യും ഡിഫറെൻ്റ്ലി ആണ് ഓരോന്നിനോടും റെസ്പോണ്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഡിഫറെൻറ്റ് സൗണ്ട്സ് വേവ്സ് നമുക്ക് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. ഈ ഒരു ഏതൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോ ഫ്രീക്വൻസി സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നമ്മളെ കോക്ലിയൻ്റെ നിയർ ആയിട്ട് നാരോ ടിപ്പിന് നമ്മൾ കോക്ലിയയിലുള്ള നാരോ ടിപ്പിന് നിയർ ആയിട്ട് വരുന്ന ഒരു റീജിയൻ അല്ലെങ്കിൽ ഒരു ഏരിയ ആണ് എന്ത് ചെയ്യുന്നത് ലോ ഫ്രീക്വൻസിക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ എന്താണ് നിയർ ദ ഓപ്പണിങ്, അതായത് കോക്ലിയൻ്റെ ഓപ്പണിങ്ങിന് നിയർ ആയിട്ട് വരുന്നതിനാണ് എന്ത് ചെയ്യുക സ്റ്റിമുലേറ്റ് ചെയ്തത്. സോ അതാണ് പ്ലേസ് തിയറി എന്ന് പറയുന്നത്. അതായത് പ്ലേസ് തിയറി പറയുമ്പോൾ എന്താണ് നമ്മുടെ കോക്ലിയക്ക് ഡിഫറെൻറ്റ് സ്പെഷ്യലൈസ്ഡ് റീജിയൻസ് ഉണ്ട്. അതാണ് എന്ത് ചെയ്യുക ഡിഫറെൻ്റ്ലി വരുന്ന സൗണ്ട് വേവ്സിനോട് എന്ത് ചെയ്യുക അല്ലെങ്കിൽ ഫ്രീക്വൻസീസിനോട് എന്ത് ചെയ്യുക റെസ്പോണ്ട് ചെയ്യുന്നത്. അതിൻ്റെ അപ്പോൾ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസിൽ വരുന്ന സൗണ്ട്സിനോട് അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസീസിനോട് എന്ത് ചെയ്യും ഡിഫറെൻ്റ്ലി എന്ത് ചെയ്യും നമ്മുടെ കോക്ലിയ എന്ത് ചെയ്യും റെസ്പോണ്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയാണ് നമ്മളെ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. നമ്മളെ ഫസ്റ്റ് മൊഡ്യൂൾ അവിടെ തിയറിയാണ്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പോർഷൻസാണ് നമ്മൾ കവർ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അറ്റൻഷനിൽ സെലക്റ്റീവ് അറ്റൻഷൻ, സസ്റ്റെയിൻഡ് അറ്റൻഷൻ, ഫാക്ടേഴ്സ് പറഞ്ഞു, പിന്നെ ഫിനോമിന അസോസിയേറ്റഡ് വിത്ത് അറ്റൻഷൻ, സ്പാൻ ഓഫ് ഫിനോമിനേഴ്സിൽ വന്നിട്ടാണ് സ്പാന്, ഡിവിഷന്, ഡിസ്ട്രാക്ഷന്, പിന്നെ സെൻസേഷണൽ പെർസെപ്ഷനിൽ തന്നെ ഡിഫറൻസ് പറഞ്ഞു. സെൻസറി ത്രഷോൾഡ്, അബ്സല്യൂട്ട് ത്രഷോൾഡ്, ഡിഫറൻസ് ത്രഷോൾഡ്, ജസ്റ്റ് നോട്ടീസബിൾ ത്രഷോൾഡ്, അതുപോലെ സബ്ലിമിനൽ പെർസെപ്ഷൻ. ഇന്ന് 5 എന്താണ് സൈക്കോ ഫിസിക്സിൻ്റെ കീഴിൽ വരുന്നതാണ്. പിന്നെ പെർസീവിങ് ഫോംസ്, പാറ്റേൺസ്, ഒബ്ജക്ട്സ് പറഞ്ഞു. പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ പറഞ്ഞു, അതിൻ്റെ കീഴിൽ ജസ്റ്റ് പ്രിൻസിപ്പിൾ പറഞ്ഞു, അതിൻ്റെ കീഴിൽ വരുന്ന കുറേ പ്രിൻസിപ്പിൾസ് പറഞ്ഞു. പിന്നെ പെർസെപ്ച്വൽ കോൺസ്റ്റൻസീസ് പറഞ്ഞു, സൈസ്, ഷേപ്പ്, ബ്രൈറ്റ്നെസ് കോൺസ്റ്റൻസീസ് പറഞ്ഞു. പിന്നെ വിഷ്വൽ ഇല്യൂഷൻ പറഞ്ഞു, തിയറീസ് ഓഫ് കളർ വിഷൻ പറഞ്ഞു, തിയറീസ് ഓഫ് ഓഡിറ്ററി പെർസെപ്ഷൻ പറഞ്ഞു. ഇത്രയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ അറ്റൻഷൻ ആൻഡ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു ഓൾ.